ഹായ് ഗൈസ്, ഇന്നലെ ഞാൻ ട്വിറ്റർ ഇങ്ങനെ വെറുതെ എടുത്തു നോക്കുമ്പോൾ അതിലൊരു രസകരമായ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ആ ന്യൂസ് അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തു. അപ്പോൾ ആ ന്യൂസ് ശരിയാണ്. കാരണം ട്വിറ്ററിൽ വരുന്നത് ഇപ്പോൾ മാക്സിമം ഫേക്ക് ന്യൂസ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ആ ഫേക്ക് ന്യൂസിനെ ആഘോഷിക്കാൻ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ട്വിറ്ററിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ന്യൂസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലും ലെബനീസ് ആർമിയും കൂടെ ചേർന്നുകൊണ്ട് യുദ്ധം നിർത്തൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ എന്തെല്ലാം രീതി നേടാൻ വിചാരിച്ചോ അതെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. അതുപോലെ തന്നെ ഹിസ്ബുള്ള ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു യുദ്ധമായിട്ടായിരിക്കും ഇത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു, എങ്ങനെയെല്ലാം രീതിയിലാണ് അവർ ഇനി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ ലീഡറായ നെയിം ഖാസിം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വി വോൺ ദ വാർ. എങ്ങനെ 2006 ലെബനീസ് യുദ്ധത്തിൽ ഇസ്രായേൽ പിൻവലിഞ്ഞോ അതേപോലെ തന്നെ ഇസ്രായേൽ വീണ്ടും ബാക്കിലോട്ട് പോകുകയാണ്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഞാൻ പറയുന്നില്ല, നെയിം ഖാസിം എന്ന് പറയുന്ന ഹിസ്ബുള്ളൻ്റെ ഇപ്പോഴത്തെ ലീഡറാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബാക്കിലുണ്ടായിരുന്ന 2 ചിത്രങ്ങളാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ബ്ലൈൻഡായി സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും ട്രോൾ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ബാക്കിലുണ്ടായിരുന്ന 2 പിക്ചർ ആരുടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹസൻ നസുറിൻ്റെയും ഒന്ന് വന്നിട്ട് ആഷിമിൻ്റെയും. അപ്പോൾ ഈ 2 പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അതെ നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാസമായ കുറേ കമൻസുകളെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നേ എന്നുള്ള കാര്യം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇസ്രായേൽ വെടിനിർത്തലിൻ്റെ ആ ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തത്. അപ്പോൾ ആ കമൻറ്റ് വെച്ച് ഞാൻ ഇതിലോട്ട് വായിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ ശരിയാണോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോകുന്ന രീതിയിലാണ് ആ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത്. കമൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഷിയ പിരിവ് മുസ്ലിംസായ ഹിസ്ബുള്ളയും ഇറാനും കൂടെ സുന്നി മുസ്ലിംസായ ഹമാസിനെയും പാലസ്തീനെയും ചതിച്ചുകൊണ്ട് അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന്. അപ്പോൾ ഒരു പക്ഷേ നോക്കുമ്പോൾ അതും ശരിയാണ്. കാരണം ഷിയയും സുന്നിയും ഒരിക്കലും ചേരില്ലാത്തതാണ്. ഒരു പക്ഷേ അവർ വേണമെന്ന് ഇതിലോട്ട് വന്ന് ചാടുകയും അതിൽ അവർക്ക് വലിയ യുദ്ധം നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ അവരുമെല്ലാം കൈമാറിയതാണോ അല്ലെങ്കിൽ അവരുമെല്ലാം കൈയൊഴിഞ്ഞതാണോ എന്നും പലർക്കും ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളേൻ്റെ ഓരോ നീക്കങ്ങളും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഈ ഒരു യുദ്ധത്തിലോട്ട് വന്നത്? ഇസ്രായേൽ ഡയറക്റ്റായിട്ട് ഹിസ്ബുള്ളേൻ്റെ ഏതെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ളേൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഹിസ്ബുള്ളേനെ പ്രൊവോക്ക് ചെയ്തോ? ഇല്ല. ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഹമാസിനെ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആ യുദ്ധത്തിൽ വരികയും ഹമാസിനെ കംപ്ലീറ്റ് ആയി ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് നോർത്തേൺ ഇസ്രായേലുള്ള ആ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദി സംഘടന കണ്ടിന്യൂസ് ആയിട്ടും ഈ റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ആൾക്കാരെല്ലാം തന്നെ വെക്കേറ്റ് ചെയ്ത് ദൂരെ പോകേണ്ട വന്നു. അപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റേണൽ പ്രഷറും എല്ലാം കൊണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ഈ നെതന്യാഹു ഈ യുദ്ധത്തിലോട്ട് വരികയും ഹിസ്ബുള്ളനെ അടിച്ചമർത്താനും അവർ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇസ്രായേൽ എന്തുകൊണ്ടും വിജയിച്ചു എന്ന് തന്നെ പറയാം. ഹസൻ നസ്രുള്ളനെ പോലെ അല്ലെങ്കിൽ ഹാഷിമിനെ പോലെ അല്ലെങ്കിൽ പിന്നീട് വന്ന ഫഹദ്, സെയ്ദുള്ള ഇങ്ങനെയുള്ള പല ആൾക്കാരെയും കൊന്നു കളഞ്ഞു കഴിഞ്ഞപ്പോഴും ഹിസ്ബുള്ളയ്ക്കാണ് അതിൽ നഷ്ടം വന്നത്. അല്ലാണ്ട് ഇസ്രായേൽ 100ലും താഴെയാണ് കാഷ്വാലിറ്റീസ് കിട്ടിയത്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ഇവിടെ നഷ്ടപ്പെട്ടതോ പേജർ അറ്റാക്കുകളിലുണ്ട് അവരുടെ പ്രധാനപ്പെട്ട പല ആൾക്കാരും 2000 തൊട്ട് 3000 പേരോളം പേജർ അറ്റാക്കിൽ വന്ന് ഡാമേജ് ആകുകയും അതിൽ പലരുടെയും കിഡ്നി അതുപോലെ തന്നെ ബോൾ വരെ ഇല്ലാണ്ടായ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച വരെ ഇല്ലാണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമായി. അപ്പോൾ ഹിസ്ബുള്ള ഇതുവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അവർക്ക് എന്തെങ്കിലും ചെറിയ അറ്റാക്കുകൾ വന്നാൽ തന്നെ ഇറാൻ ഈ യുദ്ധത്തിലോട്ട് വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള വലിയ അറ്റാക്കുകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് വെച്ചാൽ അതും ഇല്ല. ചെറിയ 2 അറ്റാക്കുകൾ വന്നെങ്കിലും അത് ഇസ്രായേലിന് ഒന്നും തന്നെ സംഭവിച്ചും ഇല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിസ്ബുള്ള ഈ യുദ്ധത്തിലോട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഹമാസിനെ രക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഹമാസ് 30,000 പേരുണ്ട് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അതിൽ 25,000 പേരോളം കൊന്നുകളഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. പക്ഷേ ഈ ലോക മീഡിയസ് എല്ലാം തന്നെ കൺഫേം ചെയ്യുന്ന 15,000-ഓളം ഏകദേശം ഹമാസിൻ്റെ ലീഡേഴ്സിനെല്ലാം കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് യഹിയ സിൻവർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇസ്മായിൽ ഹനി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പല ആൾക്കാരെയും ഹമാസിൻ്റെ നേതാക്കളെയും
ഇതേ ഇസ്രായേൽ തന്നെ കൊന്ന് അവർ ഫുട്ടേജോടം പുറത്തുവിട്ടതാണ്. അപ്പോൾ ഹമാസ് ഒരു പക്ഷം ഇല്ലാണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് ഈ ഒരു യുദ്ധത്തിലോട്ട് വേണമെന്ന് വെച്ച് വന്ന ഈ ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും നേടിയെന്ന് വെച്ചാൽ ഹിസ്ബുള്ളയ്ക്ക് ഇതുവരെ അതായത് ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്ന് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇപ്പോൾ പുതിയ എഗ്രിമെൻറ്റ് പ്രകാരം 60 to 70 കിലോമീറ്റർ അതായത് ലിറ്റാനിയ റിവറിൻ്റെ അപ്പുറം മാത്രമോ ഇനി ഹിസ്ബുള്ള എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്, അതിലും അവർക്ക് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2006 പോലെ തന്നെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന ഹിസ്ബുള്ള 2006 സോഷ്യൽ മീഡിയയിലായിരുന്നു പലരും പറയുന്നത് മാത്രമോ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ 2006 ഒരു മാസം അതായത് 30 to 50 ദിവസത്തിൻ്റെ ഉള്ളിൽ യുദ്ധം തീർന്നെങ്കിലും അതിനും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത് ഇതേ ഇസ്രായേൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും അത് ഇസ്രായേൽ തന്നെ പിടിച്ച് മുന്നോട്ട് പോയി ഇതേ എഗ്രിമെൻ്റ് പോലെ തന്നെ അതായത് ലെബനീസ് ആർമീൻ്റെ അടുത്തല്ല അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വന്നതിന് ശേഷം അത് UN പീസ് കീപ്പിംഗ് എഗ്രിമെൻറ്റിൽ നിന്ന് അവർ പുറത്തോട്ട് വന്നതാണ്. അല്ലാണ്ട് അവർ ആ യുദ്ധത്തിനും തോറ്റിട്ടില്ല. 2024 ആ ഒരു പ്രൊപ്പഗൻഡ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും എന്ന് പറഞ്ഞ് അതേ രീതിയിൽ തന്നെ ആൾക്കാരുടെ അടുത്ത് ഈ കള്ളപ്രചരണം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെസ്സേജ്. സീ യു നെക്സ്റ്റ് വീഡിയോ.